നമസ്കാരം. യമൻ യുദ്ധത്തിൻ്റെ പേരിൽ ഇപ്പോൾ ഏറെ വിവാദങ്ങളുടെ പേരിൽ പഴികേട്ട അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് വീണ്ടും അടുത്ത വിവാദത്തിൽ ചെന്ന് പെട്ടിരിക്കുന്നു. യമൻ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട സുപ്രധാന വിവരങ്ങൾ പുറത്തുപോയതിൻ്റെ പേരിൽ പലരും ഹെഗ്സെത്തിൻ്റെ രാജി ആവശ്യപ്പെടുന്ന സന്ദർഭത്തിലാണ് ഇപ്പോൾ പുതിയ വിവാദം പുറത്തു വന്നിരിക്കുന്നത്. ഹെഗ്സെത്ത് കടുത്ത ഇസ്ലാമോഫോബിയ ഉള്ള ആളാണ് എന്നാണ് ഇപ്പോൾ വിമർശനം ഉന്നയിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നത്. ഈയിടെ പേൾ ഹാർബറിലെ നാവിക കേന്ദ്രത്തിൽ അദ്ദേഹം പരിശീലനം നടത്തുന്ന ചിത്രങ്ങൾ ഹെഗ്സെത്ത് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഈ ചിത്രങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കാഫിർ എന്ന് അറബ് ഭാഷയിൽ പച്ചകുത്തിയിരിക്കുന്നത് പലരുടെയും ശ്രദ്ധയിൽപ്പെട്ടു. കാഫിർ എന്നാൽ ഖുർആൻ അനുസരിച്ച് അവിശ്വാസി എന്നാണ് അർത്ഥം. ഇതോടുകൂടിയാണ് വൻതോതിലുള്ള വിമർശനം ഹെഗ്സെത്തിന് നേരെ പലരും ഉന്നയിക്കുന്നത്. ഹെഗ്സെത്ത് തികഞ്ഞ ഇസ്ലാമോഫോബിയ ഉള്ള ഒരു വ്യക്തിയാണ് എന്നാണ് ഇവർ ആരോപിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മനോഭാവവും നിലപാടുകളുമെല്ലാം തന്നെ ഇതിലൂടെ വ്യക്തമാകുന്നു എന്നാണ് ഫലസ്തീൻ അനുകൂലികളായ പലരും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ശക്തമായ ഭാഷയിൽ വിമർശിക്കുന്നത്. നേരത്തെ ശരീരത്തിൽ ക്രിസ്ത്യൻ അമേരിക്കൻ അനുകൂല ടാറ്റൂകൾ ധരിച്ചതിൻ്റെ പേരിലും അദ്ദേഹം വിമർശന വിധേയനായിരുന്നു. അദ്ദേഹം തികഞ്ഞ തീവ്ര വലതുപക്ഷ നിലപാടുകാരനാണ് എന്നാണ് അന്ന് പലരും ആരോപിച്ചിരുന്നത്. അപ്പോൾ അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു ടാറ്റു വിവാദം ഉയർത്തുന്നത്. എന്നാൽ ഇവിടെ വരുന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഹെഗ്സെത്ത് ഈയിടെയാണോ ഈ ടാറ്റു കുത്തിയത് എന്നാണ്, അതോ വളരെ നാൾ മുമ്പ് തന്നെ അദ്ദേഹം ഈ ടാറ്റു ശരീരത്തിൽ ഉപയോഗിച്ചിരുന്നോ എന്നാണ്. ഹെഗ്സെത്തിനെ അനുകൂലിച്ചുകൊണ്ടും ചിലർ രംഗത്തെത്തിയിട്ടുണ്ട്. അവർ പറയുന്നത് മധ്യപൂർവേഷ്യയിലും മറ്റും സേവനമനുഷ്ഠിക്കുന്ന അമേരിക്കൻ സൈനികരൊക്കെ തന്നെ അവരുടെ ശരീരത്തിൽ മാത്രമല്ല അവരുടെ വാഹനങ്ങളിലുമൊക്കെ തന്നെ ഇത്തരത്തിൽ ഉള്ള വാചകങ്ങൾ അവർ പച്ച കുത്താറുണ്ട് എന്നാണ്. അവരുടെ മുറികളുടെ വാതിലിലും എല്ലാം തന്നെ ഇത്തരത്തിലുള്ള ലിഖിതങ്ങൾ നമുക്ക് കാണാൻ കഴിയും എന്നാണ് പറയപ്പെടുന്നത്. ഹെഗ്സെത്തിനെ സംബന്ധിച്ച് അദ്ദേഹം നേരത്തെ ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലുമൊക്കെ തന്നെ സേവനമനുഷ്ഠിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് സ്വാഭാവികമായും അദ്ദേഹം ഒരുപക്ഷെ ഇത്തരത്തിലുള്ളൊരു പച്ച കുത്തലിന് താല്പര്യം പ്രകടിപ്പിച്ചിരിക്കാം എന്നാണ് പറയപ്പെടുന്നത്. നേരത്തെ ഹെഗ്സെത്തിനെ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറിയായി നാമനിർദ്ദേശം ചെയ്യുന്ന സമയത്തും പല വിവാദങ്ങളും ഉയർന്നിരുന്നു. പ്രതിരോധ സെക്രട്ടറി സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതിന് ശേഷം അദ്ദേഹം നെഞ്ചിലൊരു ജെറുസലേം കുരിശിൻ്റെ പച്ച കുത്തിയതാണ് അന്ന് വലിയ വിവാദമുണ്ടാക്കിയത്. വളരെ ചെറുപ്പത്തിൽ തന്നെ തനിക്ക് ടാറ്റു ചെയ്യുന്നത് വളരെ ഇഷ്ടമായിരുന്നു എന്നും എന്നാൽ തൻ്റെ പിതാവ് അതിന് അനുവദിച്ചിരുന്നില്ല എന്നുമാണ് ഹെഗ്സെത്ത് പറയുന്നത്. പിന്നീട് മുതിർന്നതിന് ശേഷം താൻ തന്നെ തൻ്റെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള പച്ച കുത്താൻ തുടങ്ങിയെന്നും ഹെഗ്സെത്തിൻ്റെ വലത് കൈയിലും നെഞ്ചിലുമായി 1 ഡസനിലധികം ഇത്തരത്തിലുള്ള ടാറ്റുകളുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ പറയുന്നത്. ഇസ്ലാമിക തീവ്രവാദികൾക്ക് എതിരായ പോരാട്ടത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഹെഗ്സെത്തിൻ്റെ കയ്യിലെ ഈ ഒരു പച്ചകുത്തൽ കാണേണ്ടത് എന്നാണ് പലരും ഇപ്പോൾ അദ്ദേഹത്തെ ന്യായീകരിച്ചുകൊണ്ട് പറയുന്നത്. എന്താണെങ്കിലും ഹെഗ്സെത്ത് ഇപ്പോൾ ഹവായിലും മറ്റുമുള്ള അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്ന തിരക്കിലാണ്. ഒരുപക്ഷെ അവിടെ നിന്ന് മടങ്ങിയതിന് ശേഷമായിരിക്കും അദ്ദേഹം ഇതിന് മറുപടി നൽകുക. നമ്മുടെ നാട്ടിലും പച്ചകുത്ത് വളരെ വ്യാപകമായ സാഹചര്യത്തിൽ പലരുടെ ശരീരത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് പലരും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് പ്രധാനം. അതുപോലെ തന്നെയാണ് ഹെഗ്സെത്തും നേരത്തെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള പച്ചകുത്തുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ പ്രതിരോധ സെക്രട്ടറി ആയതിനു ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആളുകൾ ഈ ഒരു കാഫിർ എന്ന വാക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്.